ദേവിക സംസാരിക്കാം. എന്താണ് ഓണം? നന്ദ സംസാരിക്കാം. വാട്ട് ഈസ് ഓണം? നിങ്ങള് സുന്ദരികളായിട്ടുണ്ടല്ലോ. അനക്ക് പച്ചപ്പൊട്ട് കിട്ടിയില്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ തിരുവോണ ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം വളരെ കുറച്ച് കസിൻസും കുറച്ച് കുടുംബക്കാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ സദ്യേൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്യാം. ചെറിയൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിലും കാര്യമായി ഞാനൊരു സദ്യേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇതിനകത്ത് കാണാനില്ല, മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അത് ഡിലീറ്റായി പോയിട്ടുണ്ട്. സോ എനിക്ക് നല്ല വിഷമമുണ്ട് ഇതിനകത്ത് അത് ആഡ് ചെയ്യാൻ പറ്റാത്തതിൽ. എന്താണെങ്കിലും ഉള്ള വീഡിയോ ഒക്കെ വെച്ച് നിങ്ങൾ കാണൂ. ആൻഡ് നമ്മൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണത്തിലേക്കാണ് കടന്നത്. അങ്ങനെ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കുറച്ചൊരു മയക്കത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഓണം വിശേഷങ്ങൾ. ഗെയിംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അവരെയും കൂടി കൂട്ടിയിട്ട് മോളിലേക്ക് പോകാം. എല്ലാരും അങ്ങോട്ട് നോക്ക്. ഇവിടെ ലൈറ്റ് കമോൺ. എല്ലാരും ഞങ്ങൾ 2 ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കൂടി തമ്മില് വേണം. വീഡിയോ ആയിരുന്നോ? ഓക്കെ, നീ ഇപ്പൊ നല്ല മിടുക്കികളായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുള്ളൂ എപ്പോഴും? ടിൻസ് ആണോ? അതെയോ? കണ്ടാലും പറയും കേട്ടോ. അതാ ഞാൻ ചോദിച്ചത് പെട്ടെന്ന്. എന്തായാലും സുന്ദരികളായിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടായില്ലേ ഓണത്തിന്? അത് നല്ലൊരു ഇത് കിട്ടിയപ്പോ നിങ്ങൾക്ക്? നല്ല ഊക്ക് കിട്ടിയ ഫീൽ. ഊക്കൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട്. അത് മനസ്സിലായി. കാരണം നിങ്ങളെ ഞാൻ ഈ ഇങ്ങനത്തെ വേഷത്തിൽ കണ്ടിട്ടില്ല. സോ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ദിസ് തിങ്സ് ഇതൊക്കെ ഇവിടുന്ന് മേടിച്ചതാണ്? അത് ഗുരുവായൂർ. അപ്പൊ ചേച്ചിക്ക് മേടിച്ചില്ലേ ഇതൊന്നും ഗുരുവായൂർ പോയപ്പോ? അവനവന്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. അത് നല്ല മികച്ച ഒരു തീരുമാനമാണ്. അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാം. അച്ഛനല്ലേ എത്ര നേരം സംസാരിച്ചത്? ഞാൻ ഗുരുവായൂർ പോയപ്പോ എനിക്ക് വാങ്ങിച്ചില്ല അച്ഛാ. അച്ഛാ ഇവരിങ്ങനത്തെ സാധനം ഗുരുവായൂർ പോയപ്പോ എനിക്ക് മേടിച്ചില്ല അച്ഛാ. ഇനി നമുക്ക് അവർക്ക് ഒന്നും മേടിച്ചു കൊടുക്കണ്ട. തെറ്റി ഞാൻ. എനിക്ക് വേണ്ട. ഞാൻ അമ്മോട് സംസാരിക്കട്ടെ. അമ്മയുടെ കുഞ്ഞിന് അച്ഛ അച്ഛൻ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കൂ. അവിടെ അല്ല അച്ഛാ, അമ്മേന്റെ അടുത്ത്. ഫോട്ടോ അല്ല വീഡിയോയോ? വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ അനങ്ങി കളിക്കരുത്. ജിമ്പല് അനങ്ങില്ല. അവര് പച്ചപ്പൊട്ട് തൊടാൻ പോവാണ്. ഓക്കെ ഗൈസ്, വേണ്ട. ഉണ്ണിയോ എന്തെങ്കിലും പറയാം നോക്കാം നമുക്ക്. ഉണ്ണിയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി ഫ്ലാഷ് ഓൺ. ഉണ്ണിയാവ് സ്കൂളിലൊക്കെ എത്ര പ്രസംഗിക്കണതാ ഗൈസ്. മാളുവിന്റെ ഈ ഷാള് നമ്മൾ ഇന്നലെ മേടിച്ചാണ് കേട്ടോ. ഓറഞ്ചിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്റെ ഡാഡിയെ കാണാം. മാളു ഇവിടെ എനിക്ക് വലിയ അടുത്ത്. ഓണം എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം നമ്മൾ കൊല്ലം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. നമ്മൾ എല്ലാ കൊല്ലങ്ങളും കൊണ്ടാടുന്നത് ഒരു ഉത്സവമായിട്ടാണ്. ദേശീയ ഉത്സവമാണ്. അന്ന് നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു പോവുകയാണ്.
അതെല്ലാം ആഴി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരും അടുക്കളയിൽ ഒരു കുട്ടിയില്ല. അപ്പോൾ ഉണ്ണാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചതാ. ഞാനിരിക്കട്ടെ, ഞാൻ വലിയ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. ഫോൺ എടുക്കുന്നത് എൻ്റെ അനുജത്തിന്റെ മകളാണ്. അതെ, ആ കുട്ടി സെന്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. വേറെന്താ നിങ്ങളുടെ വിശേഷം? നിങ്ങളുടെ ഓണം വിശേഷം ഇതിനകത്ത് കമന്റ് ചെയ്യണം. ഇനി ഞാൻ സദ്യ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് പൂക്കളത്തേക്ക് വരാം. വരൂ ഗൈസ്, കമോ. എനിക്ക് കാണാല്ലേ ശ്രീകുട്ടിയെ. ക്യാമറ എന്താ ഇങ്ങോട്ട് പോണേ? ഇങ്ങനെയൊക്കെ വരുമോ? എനിക്ക് ശരിയാക്കിട്ടാ. എങ്ങനെ